ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമ പുണ്യാരണ്യ നിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനവും കവീശ്വരവും. എല്ലാവർക്കും നമസ്കാരം. അടുത്ത സർഗം സീതാ പ്രത്യാനയന അനൗചിത്യം എന്നാണ്. സീതയെ പ്രത്യാനയനം തിരിച്ചു കൊണ്ടുപോകാൻ ഹനുമാൻ ഒരുങ്ങാണ്. അതിൽ അനൗചിത്യം സീത കാണിക്കുകയാണ്. കഴിഞ്ഞ സർഗ അവസാനം പറഞ്ഞു, രാമചന്ദ്രന്റെ ആ സ്ഥിതി അറിഞ്ഞ് ഒന്നിലും മനസ്സുറക്കാതെ സീതയെ മാത്രം ചിന്തിച്ച് വിരഹവിഷണ്ണനായി തീർന്ന അദ്ദേഹത്തിന്റെ രാമസ്യ ശോകേന സമാന ശോകയായിരിക്കുന്ന ആ ദേവി ശരൺമുഖേ സാംബുദശേഷചന്ദ്രാ നിഷേവ. ശരൺമുഖം, ശരൽക്കാലം തുടങ്ങുന്നു. മഴ കഴിഞ്ഞ് മഴ ഒഴിഞ്ഞ സമയത്ത് ഉള്ള രാത്രി മാതിരി. രാത്രി എന്തായിരിക്കും? മേഘങ്ങൾ കുറേശ്ശെ ഉണ്ടാവും. എല്ലാ മേഘങ്ങളും ഒഴിഞ്ഞിട്ടുണ്ടാവില്ല. ചന്ദ്രനിലാവും ഉണ്ടാവും ഇടയ്ക്ക്. അപ്പൊ സന്തോഷം ഉണ്ടാവും, സന്താപവും രണ്ടും കൂടി ഉള്ള സ്ഥിതിയിലായി സീത എന്നാണ് കാണിക്കുന്നത്. സീതാദേവി അദ്ദേഹത്തിനോട്, ഹനുമാനോട് പറയാണ്, ധർമാർത്ഥയുക്തമായ വാക്കുകൾ പറയാണ്. ഹേ വാനര, താങ്കൾ പറഞ്ഞത് അമൃത് വിഷം പുരട്ടി തന്ന മാതിരിയായി. രാമൻ ശോകപരായണനായി ഒന്നിലും മനസ്സുറയ്ക്കാതെയുള്ള സ്ഥിതിയിൽ ആണെന്ന കാര്യം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഹേ കവേ, നല്ല കാലത്തിലാവട്ടെ കഷ്ടകാലത്തിലാവട്ടെ കൃതാന്തൻ എന്ന് പറഞ്ഞാൽ യമൻ നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നു. വിധി ആർക്കും തടുക്കാവതല്ലോ. ലക്ഷ്മണന്റെയും രാമചന്ദ്രന്റെയും എന്റെയും വ്യസനക്കടൽ എന്ന് മാറും ഈ ഞങ്ങളുടെ വ്യസനത്തിന്റെ ആഴമൊന്ന് നോക്കൂ. രാഘവന്റെ സ്ഥിതി നടുക്കടലിലെ തോണി പോലെ എന്നാണ്. ഈ രാക്ഷസരെ കൊന്ന് രാവണസൂദനം ചെയ്ത രാഘവൻ എന്നെ ഒന്ന് കാണുക. ഹേ ഹനുമൻ, അദ്ദേഹത്തോട് വേഗം ഉണർത്തിക്കൂ. എനിക്ക് രാവണനാൽ കൽപ്പിക്കപ്പെട്ട കാലാവധി 1 വർഷമാണ്. 1 വർഷം കഴിഞ്ഞാൽ എന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 12 മാസം, അതിൽ 10-ാം മാസമാണ് ഇപ്പോൾ നടപ്പ്. 10-ാം മാസം പോലും തീരാറായി. ഇനി കേവലം 2 മാസമാണുള്ളൂ. വിഭീഷണനും അതുപോലെ തന്നെ രാക്ഷസരിൽ വിദ്വാനായ അവിന്ധ്യനും എന്നെ രാഘവനെ തിരിച്ചേൽപ്പിക്കാൻ രാവണനെ നിർബന്ധിച്ചു അത്രേ. രാവണത് ചെവികൊണ്ടില്ല. വിഭീഷണന്റെ മകളായ അനല എന്നാണ് പല പുസ്തകത്തിലും കാണുന്നത്. വേറെ കലാം എന്നും ചില ബുക്കിലുണ്ട് തോന്നുന്നു. അനല ഇവിടെ വന്ന് നേരിട്ട് എന്നോട് പറഞ്ഞതാണിത്. വിഭീഷണന്റെ ഭാര്യ അനലയുടെ അമ്മ പറഞ്ഞയച്ചിട്ടാണ് അവൾ ഇവിടെ വന്ന് പറഞ്ഞത്. രാഘവൻ വേഗം തന്നെ എന്നെ വീണ്ടിടും എന്നാണ് എൻ്റെ ശുദ്ധമായ അന്തരംഗം പറയുന്നത്. രാഘവനിൽ ഉത്സാഹം, പൗരുഷം, സത്വം, ആനർശംസ്യം, കൃതജ്ഞത, വിക്രമം, പ്രഭാവം മുതലായ ധാരാളം ഗുണങ്ങളുണ്ട്. ഉത്സാഹം, ഏത് കാര്യവും വളരെ അതിൻ്റെ സ്ഫൂർത്തിയോടുകൂടി ചെയ്യുക, ആ ഒരു സ്പിരിറ്റ് അതങ്ങനെ വിടാതെ ചെയ്യുക. പൗരുഷം, എല്ലാം വേണ്ട പോലെ വീരശൗര്യങ്ങളോടുകൂടി ആണത്തത്തോടുകൂടി ചെയ്യുക. പൗരുഷം. സത്വം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശക്തി, വിൽ പവർ എന്ന് പറയുന്നത്. ആനർശംസ്യം, ബാക്കിയുള്ള ജീവജാലങ്ങളോടുള്ള കാരുണ്യം, അവരുടെ വിഷമത്തിൽ നമുക്കും വിഷമമാകുക. കൃതജ്ഞത, ആരെങ്കിലും ഒരു ഉപകാരം ചെയ്ത അതിനോട് ഉപകാരസ്മരണ. വിക്രമം, കാര്യങ്ങൾ നടത്താനുള്ള ആ പാടവം, കഴിവ്. പ്രഭാവം, അതെല്ലാം നടത്താനുള്ള ഈശിത്വം, അതിനുള്ളൊരു എല്ലാവരെയും വേണ്ട പോലെ നടത്തിക്കാനുള്ള ഒരു കഴിവ്. അങ്ങനെ ധാരാളം ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ജനസ്ഥാനത്ത് വെച്ച് 14,000 അരക്കന്മാരെ ഒറ്റയ്ക്കാണ് അദ്ദേഹം നേരിട്ട് ചുടലക്കളത്തിലേക്ക് അയച്ചത്. ലക്ഷ്മണൻ പോലും സഹായത്തിനില്ലാതെ ലക്ഷ്മണനെയും എന്നെയും ഒരു ഗുഹയിലാക്കി മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. രാഘവന്റെ പ്രഭാവങ്ങളെ പുലോമജ ഇന്ദ്രൻ്റേത് എന്ന പോലെ ഞാൻ അറിയുന്നു. പുലോമജ എന്ന് പറഞ്ഞാൽ ശചിദേവിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരമെല്ലാം പറഞ്ഞ് ദേവി കരഞ്ഞ് മുഖം കലങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഹനുമാൻ പറഞ്ഞു, ദേവി, ഞാൻ ചെന്ന് വിവരം ധരിപ്പിച്ചാൽ ഉടൻ തന്നെ രാമചന്ദ്ര പ്രഭു
വിശാല സൈന്യവുമായി ഇവിടെ വന്ന് ദേവിയെ മോചിപ്പിക്കും. അല്ലെങ്കിൽ ദേവി ഒരു കാര്യം ഇപ്പോൾ തന്നെ ഞാൻ ദേവിയെ ഈ വിഷമത്തിൽ നിന്ന് മോചിപ്പിക്കാം, എൻ്റെ പുറത്ത് ഒന്ന് ഇരുന്ന് തന്നാൽ മതി. ഉടനെ കടൽ തിരിച്ചു ചാടി ആ പ്രസ്രവണാജലത്തിലെത്തി. പ്രസ്രവണാജലത്തിലാണ് സുഗ്രീവനോടും ലക്ഷ്മണനോടും കൂടി ഇരിക്കുന്നത്. ബാലികേറാമല എന്നുള്ള അവിടെ തന്നെയാണ്. പ്രസ്രവണാജലത്തെത്തി അഗ്നിദേവൻ എങ്ങനെയാണോ ഹവ്യം ദേവേന്ദ്രന് സമർപ്പിക്കുന്നത്, അതുപോലെ ഞാൻ ദേവിയെ അവിടെ സമർപ്പിക്കാം. പിന്നെ വരാൻ വേണ്ടി കുറെ നിർബന്ധിച്ചു നോക്കി ഹനുമാൻ. പക്ഷേ ദേവി ഇതെല്ലാം കേട്ട് ഹർഷവിസ്മിത സർവാംഗിയായി തീർന്നു. ഹർഷം കൊണ്ട്, സന്തോഷം കൊണ്ട്, അത്ഭുതം കൊണ്ടും എല്ലാ അംഗങ്ങളും തുട്ടിക്കത്തക്ക വിധത്തിൽ ദേവി പറഞ്ഞു, ഇത്ര ദൂരം എങ്ങനെയാണ് താങ്കൾ എന്നെ വഹിക്കുക? താങ്കൾ പറഞ്ഞതൊരു വാനരത്വം, ഒരു കുരങ്ങത്തമായിട്ടല്ലേ ഞാൻ കരുതുന്നത്. എന്തോ കുരങ്ങന്മാരെ വിഡ്ഢിത മാതിരി എന്തോ പറയുന്നല്ലേ തോന്നുന്നത്. എത്ര ചെറിയ ശരീരമാണ് താങ്കളുടേത്, എങ്ങനെ എന്നെ കൊണ്ടുപോകും? ഇത് കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു, എന്നാൽ എൻ്റെ ശരിയായ രൂപം അല്ലെങ്കിൽ എൻ്റെ സ്വരൂപ ദർശനം കാണിക്കാമെന്ന് മനസ്സിലാക്കിയ മരത്തിൻ്റെ അവിടുന്ന് ഇറങ്ങി വന്ന് ദേവിയുടെ മുമ്പിൽ നിന്ന് കുറച്ച് പിന്നാക്കം വാങ്ങി ആ ശരീരം വലുതാക്കി മേരുമന്ദര സംകാശം, മേരുപർവ്വതമോ മന്ദരപർവ്വതം മാതിരിയൊക്കെ വലിയ രൂപം കാട്ടി നിന്നു. എന്നിട്ട് പറഞ്ഞു, പർവ്വതപനങ്ങളോടുകൂടി ഈ ലങ്ക തന്നെ എടുത്ത് ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോകും, ദേവി ദുഃഖമകറ്റിയാലും. അപ്പൊ സീതാദേവി പറയണം, മഹാകപേ, വായുവിനൊത്ത ഗതി, തീയിനൊത്ത തേജസ് എല്ലാം അങ്ങേക്കുണ്ട്. അല്ലാതെ ഒരു സാധാരണ കുരങ്ങനെ ഇവിടെ എത്താൻ എങ്ങനെ പറ്റും? എന്നെ കൊണ്ടുപോകാനുള്ള ശക്തിയുമുണ്ട്, ശരി തന്നെ. പക്ഷേ കുറെ ആശങ്കകൾ എനിക്കുണ്ട്. കൊണ്ടുപോകുന്ന വഴിക്ക് ആ വേഗം കാരണം ചിലപ്പോൾ തെറിച്ച് വീണ് കടലിൽ മുങ്ങിപ്പോയേക്കാം. കടൽ ജന്തുക്കൾ എന്നെ ഭക്ഷണമാക്കിയേക്കാം. വേറെ പലരും യുദ്ധത്തിന് വരുമ്പോൾ ഞാനുള്ളപ്പോൾ അവരോട് യുദ്ധം ചെയ്യുമ്പോൾ എന്നെ രക്ഷിക്കുക കൂടി അങ്ങേക്ക് ബുദ്ധിമുട്ടായിത്തീരാം. അതുപോലെ സായുധരായ കുറെ രാക്ഷസന്മാരെ രാവണൻ പിന്നാലെ പറഞ്ഞേക്കും. അപ്പം അവരോടൊപ്പം അവരെ ജയിക്കുകയും വേണം, വേഗം കൊണ്ട് ജയിക്കണം, അപ്പം എന്നെ നോക്കണം. അങ്ങനെ ആക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അതല്ല, ജയപരാജയങ്ങൾ ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. ആർക്ക് ജയിക്കും? ചിലപ്പോൾ അഥവാ അവർ ജയിച്ചാലോ അവരെന്നെ ഏതെങ്കിലും ഗുഹയിൽ ഒളിപ്പിക്കും. പിന്നെ രാമനും ലക്ഷ്മണനും പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും തന്നെ. പിന്നെ വേറൊന്നും കൂടി പറഞ്ഞോട്ടെ, ഭർത്തൃഭക്തി മുൻനിർത്തി ഞാൻ പറയട്ടെ, പരപുരുഷ സ്പർശം സ്വേച്ഛയാ പതിവില്ല. രാവണൻ എന്നെ എടുത്തു പൊക്കി കൊണ്ടുവന്നു, അത് ഞാൻ വിവശയായതുകൊണ്ടാണ്. രാമനൊത്ത പരാക്രമം ദേവഗന്ധർവാദികൾ ആരിലും ഇല്ല തന്നെ. കാറ്റിന്റെ സഹായത്തോടെ കത്തുന്ന തീ പോലെ ഉജ്ജ്വലമായി ലക്ഷ്മണ സഹായത്താൽ രാഘവൻ യുദ്ധത്തിൽ അജയ്യനാണ്. അദ്ദേഹം വന്ന് ഇവിടെ യുദ്ധം ചെയ്താൽ ഇവർക്ക് ആർക്കും തടുക്കാൻ പറ്റില്ല. സമയ ഹരിശ്രേഷ്ഠ സലക്ഷ്മണം പതിയും, എൻ്റെ പതിയെ ലക്ഷ്മണനോടുകൂടി, അല്ലയോ ഹരിശ്രേഷ്ഠ കപിപുങ്കവ, ഇങ്ങട് സയൂഥപം വിശാല സേനയുമായി ക്ഷിപ്രമിഹോപപാതയ ഇവിടേക്ക് എത്തിച്ചാലും ശിരായ രാമം പ്രതി ശോക കർശിതാം, രാമനെ ചൊല്ലി എത്രയോ കാലമായി ശോകം കൊണ്ട് അങ്ങനെ വാടി നിൽക്കുന്ന എന്നെ സന്തോഷിപ്പിക്കാൻ ഇത് തന്നെയാണ് മാർഗം അല്ലേ കപേ എന്ന് പറഞ്ഞ് ദേവി നിർത്തി. ഇത്രയാണ് ഈ സർഗത്തിൽ പറയുന്നത്. ഇനി അത് കേട്ട് അടുത്ത സർഗത്തിൽ ഹനുമാൻ അതിന് മറുപടി പറയുന്നു, ചില കഥകളൊക്കെ മനസ്സിലാക്കുന്നു. ദൂരീകൃത സീതാർത്ഥി പ്രകടീകൃത രാമവൈഭവ സ്ഫൂർത്തി ദാരിദ്ര ദശമുഖകീർത്തി പുരതോ മമ ഭാതു ഹനുമതോ മൂർത്തി. ശ്രീരാമചന്ദ്രായ നമഃ.